ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ കൊണ്ടുവന്ന്. ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ കളറ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല, ഫ്ലേവർ ആഡ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. നല്ല ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. മെയിനായിട്ട് ഇതിൽ സ്ട്രോബെറിയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ വിശപ്പും ദാഹവും ഒക്കെ മാറാവുന്ന ഒരു അടിപൊളി ഒരു ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ കസ്കസാണ് കേട്ടോ. ഇത് നമ്മൾ കസ്കസ് ഒന്ന് കഴുകിയെടുത്തതാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് മധുരം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ചവെള്ളത്തിലാണ് കുതിർക്കുന്നതുകൊണ്ട് പച്ചവെള്ളത്തിന് ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മധുരം, ഒരു 1.5 ടേബിൾ സ്പൂണോളം മധുരം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയും ചെയ്യും. ഇത് നന്നായിട്ട് കുതിർത്ത് പൊന്തി വരും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടത് മാറ്റി വയ്ക്കുന്നത്. ഇനി നമ്മൾ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു അര ഗ്ലാസ് പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അര ഗ്ലാസ് മാത്രം മതി, കുറച്ച് മതി കേട്ടോ പാല്. അര ഗ്ലാസ് പാലും പിന്നെ ഒരു അരക്കപ്പ് വറുക്കാത്ത സേമിയാണ് കേട്ടോ. അത് വറുത്ത സേമിയല്ല, വറുക്കാത്ത സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വറുക്കാത്ത സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. നമ്മൾ വറുക്കാത്ത സേമിയ തന്നെ എടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം മതി. നിങ്ങൾ കുറച്ചാണെങ്കിൽ കുറച്ച് മതി കേട്ടോ. അപ്പോൾ കുറച്ച് മധുരം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കണം. ഇതൊന്ന് തണുക്കാൻ വെക്കണം. നന്നായി തണുത്ത് വരണം. അതിനായിട്ട് ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തണുപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഇത്ര മതി. അപ്പോൾ ഞാൻ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറാണ് ഇവിടെ എടുത്തത്. അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടലായിട്ട് ഒരു 500 പാലാണ് ഇവിടെ എടുത്തത്. പിന്നെ ഞാൻ മെയിനായിട്ട് വേണ്ടത് സ്ട്രോബെറിയാണ് കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര സ്ട്രോബെറി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം സ്ട്രോബെറി ഇട്ടെന്ന് വെച്ചിട്ട് നമുക്ക് പുളിയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. സ്ട്രോബെറീൻ്റെ ആ ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ട് കയ്യിലുള്ള സ്ട്രോബെറി ഒക്കെ ഇട്ട് കൊടുക്കും. ഞാനൊരു 8 എണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. ലൈറ്റ് റോസ് കളറേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു കളറൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ലൈറ്റ് റോസ് കളർ ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് മധുരം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി കളർ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിലേക്ക് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. സ്ട്രോബെറീൻ്റെ കളർ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു കുറച്ച് അത്യാവശ്യം നല്ല മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളെ അളവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി നമ്മൾ തീയിലേക്കൊന്നും വെക്കണ്ട. നമ്മൾ സാധാരണ ഇത് കൂട്ടിയാൽ മതി. നന്നായിട്ട് ഇത് അടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല റോസ് കളറാണ് കേട്ടോ. അത് നല്ല റോസ് കളർ, പിങ്ക് കളറുണ്ട്. സ്ട്രോബെറീൻ്റെ ഏകദേശം ഒരു കളറാണ്. പക്ഷേ നമ്മൾ പിന്നെയും കുറച്ചും കൂടി ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രോബെറീൻ്റെ കളറൊന്ന് പോയിട്ട് കുറച്ചൊരു വൈറ്റ് കളർ വരും. ലൈറ്റ് റോസ് കളറാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ട, മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തോളൂ. രണ്ട് മിൽക്ക് മെയ്ഡും കൂടി അതിലേക്ക് നന്നായിട്ടൊന്ന് ചേരണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ച സേമിയ ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നമ്മളെ ഇങ്ങനെ കട്ട കെട്ടരുത് കേട്ടോ. വട്ടകട്ട കെട്ടണമെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വേറെ ആക്കിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെന്തെടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടി എടുത്തു കഴിഞ്ഞാൽ കട്ട കെട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സാണ് ഇതിലേക്ക് ഇടുന്നത്. പച്ചമുന്തിരിയാണ്. പച്ചമുന്തിരി എന്ന് വെച്ചാൽ പുളിയുള്ള മുന്തിരിയാണെങ്കിൽ ഇടേ ചെയ്യരുത്. നല്ല മധുരമുള്ള മുന്തിരി ആയതുകൊണ്ട് മാത്രമാണ് പച്ചമുന്തിരി ഞാൻ ഇവിടേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ് ആപ്പിൾ, 1 കപ്പ് മുന്തിരി. അപ്പോൾ മുന്തിരി നിങ്ങൾക്ക് പുളിയുള്ള പച്ചമുന്തിരിയൊക്കെ ആണെങ്കിൽ കറുപ്പ് മുന്തിരി എടുക്കുക കേട്ടോ. അത് നിങ്ങൾ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കുക. ഇതിലേക്ക് പുളിയുള്ള ഐറ്റം കഴിയുന്ന ഒഴിവാക്കുക. പിന്നെ കുറച്ച് ഉറുമാമ്പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഞാനിത് ഗ്യാസിൽ വെച്ചിട്ടൊന്നും ചൂടാക്കുന്നൊന്നുമില്ല. പിന്നെ അതിലേക്ക് കസ്റ്റാർഡ് പൗഡറോ കളറോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പം നല്ല കളർ, ഒരു ലൈറ്റ് റോസ് കളർ ഉണ്ടാവും. നല്ലൊരു സ്ട്രോബെറീൻ്റെ ടേസ്റ്റും ഉണ്ട്. പിന്നെ നിങ്ങൾക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസോ അല്ലെങ്കിൽ സ്ട്രോബെറീൻ്റെ എസൻസ് തന്നെ ഉണ്ടാവും. അപ്പോൾ സ്ട്രോബെറീൻ്റെ എസൻസൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ നല്ല ചൂടുള്ള സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ ടൗണിൽ നിന്നോ അല്ലെങ്കിൽ
ചൂടുള്ള സ്ഥലത്തു നിന്ന് വരുന്ന സമയത്തൊക്കെ നമ്മളിത് ഒരു ഗ്ലാസ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് വയറ് നന്നായി നിറയും ചെയ്യും. നല്ല ദാഹത്തിനും വിശപ്പിനൊക്കെ നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ കസ്കസ് ഉണ്ടല്ലോ, കസ്കസ് കുതിർത്ത് വെച്ച കസ്കസും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇടാം കേട്ടോ. ഇതിവിടെ ഞാൻ നട്ട്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഫ്രൂട്ട്സ്, അതായത് നമ്മൾ 3 ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ളൂ. നിങ്ങളെ കയ്യിൽ പഴം പിന്നെ റോബസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, റോബസ്റ്റ് അല്ല നേന്ത്രപ്പഴമൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നേന്ത്രപ്പഴവും എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം കേട്ടോ. തണുപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.